ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മറുടെ ക്ലബ്ബായ സാന്റോസ് ഏറ്റവും ഒടുവിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് ബ്രസീലിയൻ ലീഗ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അവസാനമായി കളിച്ച 3 മത്സരങ്ങളിലും തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം നെയ്മർ ജൂനിയർ തന്നെയാണ്. പരിക്കുണ്ടായിട്ട് പോലും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ലുക്കാസ് മുസേറ്റിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ബ്രസീലിയൻ താരമായ ഗബ്രിയേൽ ബാർബോസ അഥവാ ഗാബി ഗോൾ നിലവിൽ മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ ക്രുസേറോക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്മറുടെ ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ് ഗാബി ഗോൾ. നെയ്മർ ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തിയത് കൊണ്ട് തന്നെ നെയ്മർക്കൊപ്പം ഇപ്പോൾ കളിക്കാൻ ഗാബി ഗോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സാന്റോസിലേക്ക് വരാനാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാന്റോസിനും ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഗാബി ഗോളുമായി സാന്റോസ് ഒരു ഇനീഷ്യൽ ടോക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനി ക്രുസേറോയുമായി ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. കോപ്പാഡോ ബ്രസീലിന് ശേഷം ക്രുസേറോയുമായി ചർച്ചകൾ നടത്താനാണ് സാന്റോസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ ഗാബി ഗോളിന് കഴിഞ്ഞിട്ടില്ല. ബ്രസീലിയൻ ലീഗിൽ 30 മത്സരങ്ങൾ കളിച്ചിട്ട് 6 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ സമയം കുറവായിരുന്നു. പല മത്സരങ്ങളിലും പകരക്കാരന്റെ വേഷത്തിലാണ് ഗാബി ഗോൾ കളിച്ചിട്ടുള്ളത്. അവസരങ്ങൾ അദ്ദേഹത്തിന് കുറവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ക്രുസൈറോ വിടാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. നേരത്തെ ബ്രസീലിയൻ ദേശീയ ടീമിൽ നെയ്മർ ജൂനിയറും ഗാബി ഗോളും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. മാത്രമല്ല നെയ്മർ ജൂനിയറുടെ സഹോദരിയെ ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഗാബി ഗോൾ. ആ ഒരു ബന്ധവും ഇരുവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് നെയ്മർക്കൊപ്പം കളിക്കാൻ ഇപ്പോൾ ഗാബി ഗോൾ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.